കോൺഗ്രസിന് നമ്മൾ എന്നും പറയുന്നത് ഒരു ആൾക്കൂട്ട പാർട്ടിയാണ് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയോ? ഇപ്പോൾ ഒരു ഗുണ്ടാ സംഘമായിട്ട് കോൺഗ്രസ് മാറുക എന്നുള്ളതാണ്. എന്തൊരു കഷ്ടമാണെന്ന് കോൺഗ്രസിൻ്റെ ഗതികേട്. കോൺഗ്രസിൻ്റെ ശത്രു എന്നും കോൺഗ്രസ് തന്നെയാണ് കേട്ടോ. CPM ഉം BJP ഒന്നുമല്ല. ഇവന്മാർ കാണിക്കുന്ന പൊട്ടത്തരത്തിന് ഒരു വ്യവസ്ഥയില്ല, ഒരു വെള്ളിയാഴ്ചയില്ല. എന്താണ് നടക്കുന്നത്? എന്താ ഇപ്പോൾ റിപ്പോർട്ടർ TV ചെയ്ത കുറ്റം? ഒരു MLA എന്താണ് ഒരു കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ചെറിയ പെമ്പിള്ളാരെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി അബോർഷൻ നടത്തി എന്ന് വാർത്ത ബ്രേക്ക് ചെയ്ത പ്രശ്നം. അവരുടെ നിലവിളിയും കരച്ചിലും വാർത്ത പിന്നെ അവരെ വോയിസ് റെക്കോർഡും പുറത്തുവിട്ടതാണ് പ്രശ്നം. എന്താ പ്രശ്നം? റിപ്പോർട്ടർ TV ചെയ്ത് NM വിജയൻ എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ നേതാവ് അദ്ദേഹത്തിൻ്റെ മകൻ പിന്നെന്താണ് വിഷം കൊടുത്ത് അദ്ദേഹം കൂടെ ആത്മഹത്യ ചെയ്ത പ്രശ്നം, അത് വാർത്ത ചെയ്തതാണ് പ്രശ്നം. എന്നിട്ട് ഇതിനൊക്കെ ഈ കോൺഗ്രസ് നടപടിയെടുത്തല്ലോ. 1 കോടി കൊണ്ട് കൊടുത്തില്ല NM വിജയൻ്റെ വീട്ടിൽ. രാഹുൽ മാങ്കുടത്തെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയില്ലേ? പിന്നെ എന്താ ഇപ്പോൾ റിപ്പോർട്ടർ TV ചെയ്ത തെറ്റെന്താ? പിന്നെ ഇവർ റിപ്പോർട്ടർ TVനെ കാണുമ്പോഴത്തേക്ക് ഹാലിളകുകയാണ്. എന്താ ഹാലിളകാനുള്ള കാരണം? ഞാൻ വിചാരിക്കുന്നത് കോൺഗ്രസിൻ്റെ നിലപാടേ അല്ല. ഇതെന്താണെന്നറിയാം, ഞാൻ പണ്ടേ പറയുന്നു, ഒരു റീൽ പാർട്ടി ഉണ്ട് ഈ കോൺഗ്രസിൻ്റെ അകത്ത്. ഈ റീൽ പാർട്ടീൻ്റെ കുറച്ചൊരു ഗുണ്ടാസംഘമുണ്ട്. അത് സൈബർ ഗുണ്ടായിസം നടത്തും, ഫീൽഡിലും ഗുണ്ടായിസം നടത്തും. അത് ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കുത്തിൻ്റെ നേതൃത്വത്തിലാണെന്ന് എനിക്കൊരു സംശയമില്ല. ഇവരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വടകരയിൽ ചെല്ലും റിപ്പോർട്ടർ TVയുടെ വാഹനം തല്ലിപ്പൊളിക്കും. വടകര ഇവരെ സാധനം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പാലക്കാട് ഷാഫി പറമ്പിലുള്ള സമയത്ത് ഇലക്ഷൻ്റെ സമയത്ത് എന്നാൽ അവിടെ ചെന്ന് തല്ലിപ്പൊളിക്കും. വേറെ കേരളത്തിൽ എവിടെയും കാണുന്നില്ലല്ലോ എന്നേ. എന്താ സംഭവിക്കുന്നത്? എന്താ കേരളത്തിൽ മാധ്യമപ്രവർത്തനം നടത്തണ്ടേ?